പുതിയൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഇപ്രാവശ്യം തുടങ്ങുന്നത് തന്നെ വിവാദമാവേണ്ടിയിരുന്ന ഒരു നേതാവിന്റെ പ്രസ്താവന. എന്നാൽ അത് വിവാദമാക്കാൻ ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ, മുൻ MLA-യും മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ KT ജലീൽ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. അവിടെ നിന്നാണ് മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹായത്തോടെ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹം ഉയർത്തിയ വളരെ വിവാദമാവേണ്ടുന്ന ഒരു പ്രസ്താവന. അതാണ് ആദ്യമേ പറഞ്ഞത്. വിവാദമാക്കാൻ, എന്തും വിവാദമാക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അതിൽ തൊടാൻ ധൈര്യമില്ല. അദ്ദേഹം പറഞ്ഞത് മയക്കുമരുന്ന് മേഖലയിലും അതുപോലെ കള്ളക്കടത്ത് മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും മദ്രസകളിൽ പഠിച്ചിറങ്ങുന്നവരാണ് എന്നുള്ളതാണ്. നമ്മൾ ദിവസവും പത്രം നോക്കിയാൽ അവിടെ ലഹരി മരുന്ന് കൈവശം വെച്ചതിന്, അത് വിതരണം ചെയ്തതിന്, കള്ളക്കടത്ത് നടത്തിയതിന് ഒക്കെ പിടിക്കപ്പെടുന്നവരിൽ വലിയ ഒരു ശതമാനം വരെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവരാണ്. അതും KT ജലീലിന്റെ പ്രസ്താവനയുമായി കൂട്ടിവായിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എളുപ്പ വഴിയിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം, അത് ആരെ കബളിപ്പിച്ചാലും വേണ്ടില്ല, ബാങ്കിനെ കബളിപ്പിച്ചാലും വേണ്ടില്ല. ബാങ്കിൽ നിന്ന് വൻ ലോണുകൾ, ബാങ്കിനെ സ്വാധീനിച്ച് വൻ ലോണുകൾ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതിരിക്കുന്ന ഒരു പ്രവണത മലയാളികളുടെ, അതായത് സമ്പന്ന മലയാളികളുടെ ഇടയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെയാണ് സാധാരണ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഓഫറുകൾ നൽകിക്കൊണ്ട് പണം സമ്പാദിച്ച് പെട്ടെന്ന് ആകാനുള്ള വ്യഗ്രത. അതിനെ കബളിപ്പിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത് പോലെയാണ്. അത് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും വെച്ച് അത് തിരിച്ചു കിട്ടാവുന്ന തുക കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് പാതി വിലയ്ക്ക് ഉപകരണങ്ങൾ, സ്കൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചത്, അത് കിട്ടാതെ വന്നപ്പോൾ ആണ് പരാതിയുമായി പോലീസിനെയും സർക്കാരിനെയും ഒക്കെ സമീപിക്കുന്നത്. അതുവരെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളൊന്നും ഇല്ല. ഇത്രയും പരാതികൾ ഇല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരവധി പരാതികൾ, നിരവധി സംഭവങ്ങൾ എത്രയോ നാളുകളായി കേരളത്തിൽ നടക്കുന്നു. അങ്ങനെ കബളിപ്പിക്കപ്പെട്ടവരിൽ കൂടുതലും അടുത്തുവാൻ പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അത് ഉയർന്ന റാങ്കിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ബാങ്ക് ഉദ്യോഗസ്ഥർ. എന്തിന് ഏറെ പറയുന്നു, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കബളിപ്പിക്കലിൽ ഒരു ജഡ്ജി വരെ പങ്കാളിയായി, ജഡ്ജി വരെ ഇരയായി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സ്, പെട്ടെന്ന് സമ്പന്നനാവാനുള്ള മനസ്സ്, അത് എത്രത്തോളം വലുതാണെന്നുള്ളത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് KT ജലീലിന്റെ പ്രസ്താവനയുടെ ആഴവും പരപ്പും
മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇതിനു മുമ്പ് ഇത് പറയേണ്ടിയിരുന്നതാണ്. അന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് പറയുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറുപ്പുകൾ ഉണ്ടായിരിക്കാം. എന്തൊക്കെയായാലും അദ്ദേഹം ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. അത് പരിശോധിക്കേണ്ട വിഷയമാണ്. മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മത പാഠശാലകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും സർക്കാരിന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ ചെല്ലുന്ന വിദ്യാർത്ഥികളാവട്ടെ വളരെ ചെറിയ കുട്ടികളാണ്. ചെറുപ്രായത്തിൽ തന്നെയാണ് അവരുടെ മനസ്സിലേക്ക് മതപഠനം അടിച്ചേൽപ്പിക്കുന്നത്. അവിടെ നിന്ന് അവരെ വളർന്നു വരുന്നത് ആ മത പാഠശാലയിൽ നിന്നും ലഭിച്ച അറിവ് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ വളർന്നു വരുന്നത്. അത് ഇനിയെങ്കിലും സർക്കാർ ഏജൻസികൾ അത് ജാഗ്രതയോടെ കൂടി കാണണമെന്നും അത് നിരീക്ഷിക്കണമെന്നും മതപാഠശാലകളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ എന്തെല്ലാം സുതാര്യതയുണ്ട്, സുതാര്യത ഇല്ലായ്മ ഏതെല്ലാം ഉണ്ട്, അതെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞ് സുതാര്യമല്ലാത്ത പാഠഭാഗങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടിയാണ് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ KT ജലീൽ നടത്തിയ പ്രസ്താവനകൾ അത് ഇനിയും നടത്തേണ്ടി വരും. അതിൽ ജലീൽ പറയുന്ന കാര്യങ്ങൾ വളരെ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഇനിയും തുടർന്ന് നടന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതിനുള്ള അവസരമൊരുക്കാതെ അത് എങ്ങനെയാണ് അത്തരം പാഠങ്ങൾ അല്ലെങ്കിൽ അത്തരം മതപാഠശാലകളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അത് സുതാര്യമല്ലാത്ത പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെ കുറിച്ച് അത് സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്നുള്ളത് എത്രയോ ദിവസങ്ങളായി സമരം നടത്തി വരുന്ന ആശാവർക്കറെ കുറിച്ചാണ്. ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാ മീഡിയകളും അത് പ്രധാന വാർത്തയായി ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആശാവർക്കർ എന്ന് പറയുന്നത് സമ്പന്ന തൊഴിലാളികളല്ല, ദരിദ്ര തൊഴിലാളികളാണ്. അവര് സമ്പന്നമായ രീതിയിൽ ജീവിക്കുന്നവരോ സമ്പന്നമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരോ അല്ല. അവരെ കുടുംബാംഗങ്ങളോ. അവരാണ് ജീവിക്കുന്നതിന് ആവശ്യമായ മാന്യമായ വേതനം ലഭിക്കണം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ സമരരംഗത്താണ്. കഴിഞ്ഞ ദിവസം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതിന് വെച്ചിട്ടുള്ള നിബന്ധനകൾ 10 നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. അത്രയും നല്ല കാര്യം. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കേന്ദ്രം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ കേന്ദ്രം തരേണ്ടതാണ്, കേന്ദ്രമാണ് അത് തരേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങൾ സർക്കാരിന്റെ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാരുടെ വകുപ്പ് മന്ത്രിമാരുടെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. മറ്റ് സംസ്ഥാനങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഇവിടെ കൊണ്ടുവന്ന് അതിന് പ്രചരണം കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? മറ്റ് സംസ്ഥാനങ്ങളിൽ 10,000 രൂപയും അതിൽ കൂടുതലും കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്നത് 7,000 രൂപയാണ്. 7,000 രൂപ കൊണ്ട് ഒരു കുടുംബം ഒരു മാസം എങ്ങനെ കഴിച്ചു കൂട്ടും എന്ന് ചോദിച്ചാൽ അതിന് ഫലപ്രദമായ മറുപടി പറയാൻ ആർക്കും കഴിയില്ല. ഇവിടെ 2 ലക്ഷവും 3 ലക്ഷവും ശമ്പളം വാങ്ങുന്നവരുണ്ട്. അവരും സർക്കാരിന്റെ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്, സർക്കാരിന്റെ ജീവനക്കാരാണ്. അതേസമയം 10,000-വും 7,000-വും അതിന് താഴെയുമൊക്കെ പ്രതിഫലം വാങ്ങുന്ന സർക്കാരിന്റെ കാരുണ്യവും കാത്തു കഴിയുന്ന നിരവധി പേര്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആശാവർക്കർമാർ വരുമുള്ളത്. ഈ ആശാവർക്കർമാരെ കുറിച്ച് പറയുമ്പോൾ ആശാവർക്കർമാരിൽ 3 പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലേബലിൽ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ച് ജയിച്ച് അവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി. അതായത് CPM-ന്റെ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ ആശാവർക്കർമാരുടെ കൂട്ടത്തിലുണ്ട്. അവരും സമര രംഗത്താണ്. 2,700-ലധികം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അതിൽ 90% പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. അപ്പോൾ അവര് ആശാവർക്കറുടെ ജോലി ചെയ്യുന്നതോടൊപ്പം പൊതുപ്രവർത്തന രംഗത്തും ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അവർ പൊതുപ്രവർത്തന രംഗത്തും ജനസേവനം നടത്തുന്നവരാണ്. അവരുടെ സമരം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ഇതിനെത്രയോ ആ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ആ സമരം ഒത്തുതീർപ്പിലെത്തിക്കണമായിരുന്നു. ഇവിടെ എൻജിഒമാര് 4 ദിവസം സമരം ചെയ്താൽ, സമരം ആഹ്വാനം ചെയ്താൽ അത് സർക്കാരിന്റെ തലവേദനയാവും. അതുകൊണ്ട് അവരുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുറപ്പ് ആക്കാനുള്ള ഉത്സാഹമാണ് സർക്കാർ കാണിക്കുന്നത്. ഇവിടെ 6 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർ അവർ മാത്രമല്ല ഉള്ളത്. അവരെ കാര്യം മാത്രം സർക്കാർ നോക്കിയാൽ പോരാ, മറ്റ് പല വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ എത്രയോ നാളുകൾ കൊണ്ട് പറയുന്നതാണ്. അത് കൃത്യമായി കൊടുക്കണം. അതിനെന്തെങ്കിലും ന്യായീകരണം പറഞ്ഞതുകൊണ്ടായില്ല. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവര് ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന തരത്തിൽ ജീവിക്കുന്നവരാണ്. അവര് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവര് ക്യാൻസർ രോഗികൾ, അവരെല്ലാം തന്നെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങുന്നതിന്, അത്യാവശ്യം കഞ്ഞി കുടിച്ച് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ അത് അതാത് മാസങ്ങളിൽ സമയാസമയങ്ങളിൽ കൊടുക്കുന്നതിനുള്ള ആർജവം അത് സർക്കാർ നാളിതുവരെ കാണിച്ചിട്ടില്ല. അത് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ്. ആ കൊല്ലുന്നവരും കൊല്ലപ്പെട്ടവരും യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളവരാണ്. അതായത് കൗമാരം പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ലാത്തവർ.
അതിൽ പ്രണയ നൈരാശ്യം മൂത്ത് അത് ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് അതിലെ കൗമാര പ്രായക്കാരന്റെ മനസ്സുകൊണ്ടെത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതൊരു മനോരോഗത്തിന്റെ ഭാഗമാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അത് മനോരോഗത്തിന്റെ ഭാഗമാണ്, അത് ക്രിമിനൽ സ്വഭാവമാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ ക്രിമിനൽ സ്വഭാവം വന്നുകൂടിയത്? അത് ഒരു വശത്ത് മാത്രം നിന്നുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല. ഇരുഭാഗത്തും തെറ്റും ശരിയും ഉണ്ടാവും. ആ ഇരുഭാഗത്തും നിന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതും അത് ഇനിയും ആവർത്തിക്കാതിരിക്കുന്നതിന് നടപടികൾ എന്താണോ സ്വീകരിക്കേണ്ടത് അത് കാലതാമസം കൂടാതെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഒരു സംഭവം ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സാധാരണയായി സമൂഹം നിൽക്കുന്നത് പെൺകുട്ടികളുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്താണ്. അതുവരെ ആൺകുട്ടികളുടെ പുരുഷന്മാരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. ഇവിടെ രണ്ടു കൂട്ടരും ചിലപ്പോൾ തെറ്റുകാരാവാം. ആ തെറ്റുകളിൽ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉണ്ടാവൂ. അത് ഇരുഭാഗത്തെയും ഉണ്ടായ തെറ്റുകൾ വിലയിരുത്തി അത്തരം തെറ്റുകൾ ഇനിയുള്ളവരെങ്കിലും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി വേണ്ടുന്ന നടപടികൾ അത് മനഃശാസ്ത്രപരമായി ശാസ്ത്രീയമായി തന്നെ പഠിച്ച് അതിൻ്റെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാര മാർഗമാണ് സർക്കാർ കണ്ടെത്തേണ്ടത്. അല്ല ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇരുഭാഗത്തും നിന്നുകൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുകയല്ല വേണ്ടത്. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ചുനാളായി സൈലന്റിലായിരുന്ന ഒരു സംഭവം കരിമണൽ, അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രസ്താവന പത്രക്കുറിപ്പോടുകൂടി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു. കരിമണൽ ഖനനത്തിന്റെ ആവശ്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണല് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ആ മണല് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് പാറ പൊടിച്ച് അത് മണലിന് പകരം ഉപയോഗിക്കുന്നത്. കരിമണൽ ഖനനം കൊണ്ട് പ്രകൃതിപരമായ ചില ആഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ആ കരിമണൽ ഖനനത്തെ എതിർക്കുന്നവർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം തെറ്റാണ്, അതിലേക്കൊന്നും ഇപ്പൊ കടക്കാതെ കരിമണൽ ഖനനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മണലിന്റെ ദൗർബല്യമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമൂലം മുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് മണലിന്റെ ആവശ്യം പരിഗണിച്ച് പ്രകൃതി ആഘാതങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ കരിമണൽ ഖനനം നടത്തേണ്ടത് കേരളത്തിന്റെ നിർമ്മാണ പ്രവർത്തന മേഖലയ്ക്കും അതുപോലെ തന്നെ മറ്റ് വ്യവസായ മേഖലയ്ക്കും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തുടരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷവും അതിനോടൊപ്പം കണ്ണുമടച്ച് നിൽക്കണമെന്നല്ല പറയുന്നത്. പ്രകൃതി ആഘാതങ്ങൾ ഉണ്ടാകാത്ത നിലയിലാണ് കരിമണൽ ഖനനം നടത്തുന്നതെങ്കിൽ അതിനോട് സഹകരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി വിദേശത്ത് നിന്നും സംരംഭകരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ പഠനം നടത്തി ചെറിയതായാലും വലുതായാലും വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. നല്ല കാര്യം. ഇത് പറയുമ്പോൾ
കേരളത്തിൽ നിലവിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടഞ്ഞുകിടക്കുന്നത് എന്നതിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പോകുന്നു എന്നതിന്റെ കണക്കും പുറത്തുവിട്ടിട്ടില്ല. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പോകാനുണ്ടായ കാരണം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞു പോകാനുണ്ടായ കാരണം എന്താണ്? അതിന്റെ കാരണവും പുറത്തുവിട്ടിട്ടില്ല. സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ സംരംഭങ്ങൾ പലതും വഴിക്ക് വെച്ച് നിന്നുപോയതും തുടങ്ങിയത് പലതും നിർത്തേണ്ടി വന്നതുമായ സാഹചര്യം എന്താണ്? കണ്ണൂർ ജില്ലയിൽ ഒരു പ്രവാസി അവിടെ നിന്ന് കിട്ടാവുന്ന അവിടെ ജോലി ചെയ്ത് ലഭിച്ച പണത്തിന്റെ മിച്ചം കൊണ്ടുവന്ന് ഇവിടുന്ന് ബാങ്ക് ലോണും എടുത്ത് ഒരു പുതിയ സംരംഭം തുടങ്ങിയപ്പോൾ അതിന് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് ലൈസൻസ് കൊടുത്തില്ല. പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയും ആ സംരംഭകൻ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത സംഭവം പലരും മറന്നുപോയിട്ടുണ്ടാവില്ല. അത്തരം സംഭവങ്ങൾ ചെറുതും വലുതുമായ സംരംഭങ്ങൾ വഴിക്ക് വെച്ച് നിന്നു പോകാനുണ്ടായ കാരണങ്ങൾ തുടങ്ങിയവ പലതും വഴിക്ക് വെച്ച് ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടുന്ന സംരംഭകരുടെ ഗതികേടുകൾ ഇതെല്ലാം പഠിച്ച് അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാള് കേരള സംസ്ഥാന ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പ്രസ് തുടങ്ങിയ കാര്യം എനിക്കറിയാം. അദ്ദേഹം ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് PhD എടുത്ത ഒരു ആളായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് പ്രസിദ്ധീകരണം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഒരു ഓട്ടോമാറ്റിക് ഡ്രിൽ മെഷീൻ എടുക്കുന്നത്, KFCയുടെ ലോണോടുകൂടി. അത് ഒന്നാം ഘട്ടം ലോൺ കൊടുത്ത് കെട്ടിടം പണിത് രണ്ടാം ഘട്ടം ലോണ് വേണ്ടി ഇങ്ങനെ നീണ്ടു പോയി. അങ്ങനെ സമയാസമയങ്ങളിൽ ഈ ലോണിന്റെ ഗഡുകൾ കൊടുക്കാതിരിക്കുകയും കടം വാങ്ങിച്ചും പലിശക്കെടുക്കുകയും എങ്ങനെയെങ്കിലും അത് തുടങ്ങുകയും അവസാനം പലിശക്കാരുടെ ഉപദ്രവവും എന്തിന് അവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച ചരിത്രവും അങ്ങനെ ആ സംരംഭകൻ അത് ഇട്ടിട്ട് പോവുകയും ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി അധ്യാപകനായി ജോലി കിട്ടുകയും ആ KFCയിൽ അടയ്ക്കാനുള്ള തുക അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇനി ഞാൻ എടുത്ത് പറയാനുണ്ടായ സാഹചര്യം. ഇതുകൊണ്ടാണ് പലരും കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അടയ്ക്കുന്നതും ഭയപ്പെടുന്നതും. കാരണം ഒരു ചെറിയ പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി പോലും പഞ്ചായത്തിൽ ദിവസങ്ങളോളം കയറി ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ഈ സാഹചര്യമില്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ സാഹചര്യമില്ല. അവർ അപേക്ഷ കൊടുത്താൽ അവർ വന്ന് അത് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും തുടങ്ങുന്നതിനുള്ള ലൈസൻസ് അടക്കമുള്ള സഹായങ്ങൾ ആദ്യ സ്പോട്ടിൽ കൊണ്ടെത്തിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും നിലവിലിരിക്കെയാണ് കേരളത്തിന്റെ ഈ ദുരവസ്ഥ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പുതിയ സംരംഭങ്ങൾ വരികയും ആ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ലാതെ പുതിയ സംരംഭകർ, അത് പ്രവാസികളായാലും സ്വദേശികളായാലും തുടങ്ങുകയും അത് വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് കേരളത്തിന്റെ ദുർഗതി എടുത്തു പറയേണ്ടി വന്നത്. അതിനുള്ള പരിഹാരം കൂടി സർക്കാർ മാത്രം കണ്ടെത്തിയാൽ പോരാ. രാഷ്ട്രീയ കക്ഷികളും ഭരണപക്ഷക്കാരായാലും പ്രതിപക്ഷക്കാരായാലും ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങട്ടെ. അവരെ സമരം ചെയ്ത ആ സംരംഭങ്ങൾ പൂട്ടിച്ച് അവരെ ഓടിക്കാതെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് ആ സംരംഭങ്ങൾ
വളർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുകയാണ് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.